അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വൈറൽ ആയി പ്രചരിക്കുന്നത് കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഹാജറ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇന്റർവ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഇന്റർവ്യൂവിൽ ഇടയ്ക്കെങ്ങോ ജിഹാദ് എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ജിഹാദി എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊല്ലം തുളസി എന്ന വ്യക്തി ഇന്റർവ്യൂ ചെയ്യുന്ന ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയോ ജിഹാദി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ സ്ത്രീക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള നിർവചനം, ജിഹാദി എന്നുള്ളതിൻ്റെ നിർവചനം അറിയില്ലായിരുന്നു. അപ്പോൾ കൊല്ലം തുളസി അദ്ദേഹം ആ പെൺകുട്ടിക്ക് ജിഹാദി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയുണ്ടായി. അതോടെ ആ പ്രശ്നം ആരും ശ്രദ്ധിക്കാതെ പോകുമായിരുന്നു. എന്നാൽ നമ്മുടെ അൻസാരി ദുഹരി ഉസ്താദ് ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ഇറക്കുകയുണ്ടായി. അതോടെ ഈ സംഭവം ഒരു വലിയ വൈറലായി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട്, മനുഷ്യരോട്, സത്യവിശ്വാസികളോട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കൂ, ജനങ്ങളെ ക്ഷണിക്കൂ, ഹിക്മത്ത് കൊണ്ട്, തത്വദീക്ഷിതയോടുകൂടി നിങ്ങൾ ക്ഷണിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു പള്ളിയിൽ പോകുന്നു, ആ പള്ളിയിൽ എല്ലാവരും ഒരേപോലെ നമസ്കരിക്കുന്നു. എന്നാൽ നമ്മൾ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ചിലര് കൈ മുകളിൽ കെട്ടുന്നു, ചിലര് വയറ്റത്ത് കെട്ടുന്നു, ചിലർ അതിനും താഴെ കൈ കെട്ടുന്നു, ചിലര് അത്തഹിയാത്തിലിരിക്കുമ്പോൾ വിരലനക്കുന്നു, ചിലർ അനക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ നമസ്കാരത്തിൽ വരുമ്പോൾ ആ പള്ളിയിൽ പോയി ചെല്ലുന്ന വ്യക്തി അന്വേഷിക്കുകയാണ്, ഇതിലേതാ ശരി. അങ്ങനെ അയാൾ അന്വേഷിക്കാൻ പാകപ്പെടുത്തും വിധത്തിലാണ് അള്ളാഹ് ഓരോ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ എതിർഭാഗത്തായിട്ട് അബൂലഹബ് അദ്ദേഹം നെഗറ്റീവ് പ്രബോധനം നടത്തുകയാണ്. ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വിശ്വാസയോഗ്യനല്ല, ഷായിറാണ്, കവിത എഴുതുന്ന ആളാണ്, സാഹിറാണ്, അദ്ദേഹം മാരണക്കാരനാണ്, കളവ് പറയുന്നവനാണ്, നഊദുബില്ലാ. ഇങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ പ്രചരിപ്പിച്ചാലേ ഇസ്ലാം വളരുകയുള്ളൂ. കാരണം പോസിറ്റീവ് മാത്രമാണെങ്കിൽ അത് വളരാൻ പ്രയാസമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ പ്രബോധനം പോസിറ്റീവ് നടത്തുമ്പോൾ അള്ളാഹ് തന്നെ പ്രബോധനം നെഗറ്റീവ് നടത്താൻ വേണ്ടിയിട്ട് ലിയാഖത്തലിയെയും ആരിഫ് ഹുസൈൻ തുടങ്ങിയിട്ടുള്ള, ജബ്ബാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹു ആണ്. ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവരിപ്പം തന്നെ ഈ ഇസ്ലാമിനെ മറിച്ചിടാം എന്നാണ് അവർ ധരിക്കുന്നത്. അള്ളാഹ് ഇസ്ലാം എവിടം വരെ പോകും എന്ന് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മുസ്നദ് അഹമ്മദിൽ ഒരു ഹദീസിൽ വളരെ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എത്യോപ്യയിൽ നിന്ന് ജിൽ സുവൈഖത്തേൻ എന്ന് പറയുന്ന ഒരു നീഗ്രോ, അയാൾ വന്നിട്ട് കഅബ അടിച്ചു പൊളിക്കും. അദ്ദേഹത്തിന്റെ കൈക്ക് ഒരു വികലതയുണ്ട്, അദ്ദേഹത്തിന്റെ കാലുകൾ വില്ലുപോലെ വളഞ്ഞതാണ്, കറുത്ത നീഗ്രോയാണ്. അയാൾ കോടാലി കൊണ്ട് കഅബയെ അടിക്കും, ഇഷ്ടികയായിട്ട് മാറ്റിവെക്കും, അതിനെ പുതപ്പിച്ചിട്ടുള്ള കിസ്വയം കൊണ്ടുപോകും. ആരും ചോദിക്കൂല. എന്ത്? അന്ന് അധാർമികത മാത്രമാണ് നടമാടുക. ഇസ്ലാം പേരിന് മാത്രം ഉണ്ടാവും, തവാഫ് ചെയ്യാൻ ആരും ഉണ്ടാവൂല. ആ സമയം വരെ അതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
അബ്ദുള്ള ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഖുർആൻ അത് ഉയർത്തപ്പെടും. നിങ്ങൾ നേരം വെളുത്തിട്ട് നോക്കുമ്പോൾ ഖുർആൻ കാണില്ല. നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഈ കണ്ട 10,000-കണക്കിന് പുസ്തകങ്ങൾ ഉയർത്തപ്പെടും. നമുക്കത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ബൈബിൾ, നമുക്ക് മുൻപ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ കിതാബ്, അറാമിക് അല്ലെങ്കിൽ ഹീബ്രു ഭാഷയിലുള്ള ഒരൊറ്റ ബുക്കാണ് ഈസാ അലൈഹി സ്വലാമിൻ്റെ കാലത്തുണ്ടായിരുന്നത്, ബൈബിൾ. ആ ബൈബിൾ എവിടെ? അള്ളാഹ് അള്ളാഹുലേക്ക് ഉയർത്തി. കാരണം പുതിയൊരു ഗ്രന്ഥം അള്ളാഹ് ഇറക്കുമ്പോൾ പഴയ ഗ്രന്ഥം ഉയർത്തപ്പെടും. അതാണ് അബ്ദുള്ള ബിൻ അബ്ബാസിന്റെ ഹദീസിൽ പറയുന്നത്. ഈ ഖുർആൻ അള്ളാഹു ഉയർത്തപ്പെടും. പിറ്റേ ദിവസം നിങ്ങൾ ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങളുടെ വായിൽ നിന്ന് ജാഹിലിയ കാലത്തുള്ള പാട്ടായിരിക്കും വരിക, ഖുർആൻ വരില്ല. അപ്പോൾ സഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്തുള്ള, ഞങ്ങൾ ഹിഫ്ദ് ആക്കിയിട്ടുള്ള ഖുർആനോ? അതും മായ്ഞ്ഞു പോകും. അപ്പോൾ അള്ളാഹ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് കണക്കാക്കിയിട്ടുണ്ട്. ആ സാച്ചുറേഷൻ പോയിന്റിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇവിടെ വെറും അധാർമികതയാണ് നടമാടുക, ഇസ്ലാം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യുക്തിവാദികളും പിന്നെ എമുക്കളും അതൊന്നും അവർക്കൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ അവർ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്നതിൻ്റെ കെയർ ഓഫിൽ പല ആളുകളും അത് കാണുന്നു. ആ കാണുന്നതിൻ്റെ കെയർ ഓഫിൽ അവർക്ക് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിൻ്റെയും പിന്നെ ഫേസ്ബുക്കിൻ്റെയും ഒക്കെ വരുമാനം ഉണ്ടാക്കുന്നു. അതങ്ങനെ നടക്കട്ടെ. പക്ഷേ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അൻസാരി ദുഹരി ഉസ്താദ് എത്രയും രൂക്ഷമായിട്ട് അതിനെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൈകൂപ്പുന്നതോ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ആദാ ബർദേ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വളയും. എത്യോപ്യയിൽ നിന്ന് ഹിജറ പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന ചില സഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞപ്പോൾ അവരെങ്ങനെ വളയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെന്താ ഒരു പുതിയ പരിപാടി? പറഞ്ഞ അവിടുത്തെ രാജാവിനെ അവിടുത്തെ പ്രജകൾ ഇങ്ങനെ വണങ്ങുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ തല അത് കുമ്പിടുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ്, പ്രജകളുടെ മുമ്പിൽ കുമ്പിടാൻ പാടില്ല. അപ്പം നമ്മൾ കൈകൂപ്പുന്നതും അതേപോലെ തന്നെ തല കുനിക്കുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, അള്ളാഹുവിനെ ഭയപ്പെടുക, നല്ലത് പറയുക. മറന്നുപോകും നമ്മൾ. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ മറന്നുപോകും. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ മിമ്പറിൽ നിന്ന് അത് ഓർമ്മിപ്പിക്കുന്നത്. ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, നല്ലത് പറയുക. അതേപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും 2 നബിമാരെയും കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഖുർആൻ താഹ സൂറത്തിൽ പറയുന്നത്, അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്, ഇദ്ഹബാ ഇലാ ഫിർഔൻ ഇന്നഹു തഗ, നിങ്ങൾ 2 പേരും കൂടിയിട്ട് ഫിർഔനിന്റെ അടുത്തേക്ക് പോവുക, അവൻ അക്രമകാരികളിലായിരിക്കുന്നു. ഒരു അക്രമകാരിയോട് നമ്മൾ സംസാരിക്കേണ്ട ഭാഷ അല്ലാഹു ഖുർആനിലെ അടുത്ത വചനത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? വഖൂലു ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ അവരോട് മയമുള്ള വർത്താനം പറയുക, ചാഴ്ന്നു നിൽക്കുന്ന വർത്താനം പറയുക, സൗമ്യമായ ഭാഷ ഉപയോഗിക്കുക. ആരോടാണ്? ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അക്രമകാരിയോട്. ഒരുപക്ഷെ അവൻ നേരെ അയക്കാം, അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ആ ഇന്റർവ്യൂവർ ഹാജറ എന്ന് പറയുന്ന പെൺകുട്ടിയോട് സൗമ്യമായ ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായേക്കാം. ഒരു വേള ഭയപ്പെട്ടെന്നും വരാം, നാട്ടുകാരല്ല അള്ളാഹുവിനെ ഭയപ്പെട്ടെന്നും വരാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അത് അതിൻ്റെതായ സൗമ്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവാതെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. പക്ഷേ ഈ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലനബുൽവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിറിസ് സാബിറീൻ. അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ ധനനഷ്ടം കൊണ്ട്, നിങ്ങളുടെ കാർഷിക വരുമാനങ്ങളുടെ നഷ്ടം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, ഈ പറഞ്ഞിട്ടുള്ള 6-7 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വബശ്ശിറിസ് സാബിറീൻ, നിങ്ങൾ ക്ഷമിക്കുക. ക്ഷമിക്കുന്നവർക്ക് പ്രയോജനമുണ്ടാവും. ഇതേ എന്നെ സൈബർ ബുള്ളിങ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഓരോ വ്യക്തികളും പറയുന്ന ഓരോ കുത്തുവാക്കുകൾക്കും ആ കുട്ടിക്ക് ആ പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ അവരുടെ നന്മയിൽ നിന്ന് ഈ കുട്ടിക്ക് കൊടുക്കപ്പെടും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ 1000 ആളുകൾ ഈ കുട്ടിയെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1000 ആളുകളുടെ നന്മയിൽ നിന്ന് ഈ കുട്ടിക്ക് കൊടുക്കപ്പെടും. ഒരു പണിയും ചെയ്യാതെ ഈ ഹാജറ എന്ന് പറയുന്ന കുട്ടിക്ക് എത്രയോ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. തനിക്ക് ജിഹാദ് എന്ന വാക്ക് അറിയില്ല എന്നതുകൊണ്ട് അതിനെ സൈബർ ബുള്ളിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജിഹാദിനെ കുറിച്ചിട്ട് സൂറ ഹജ്ജിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, ഉജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി ഹുവ അജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന അർ-റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാഅ അലന്നാസ് വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅതസിമു ബില്ലാഹി ഹുവ മൗലാകും ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഒരൊറ്റ ആയത്താണ്. അതിന്റെ തുടക്കം, നിങ്ങൾ സമരം ചെയ്യേണ്ട മുറപ്രകാരം സമരം ചെയ്യുക. ജിഹാദ് ചെയ്യാൻ ചില മുറകളുണ്ട്. ഒരു മിലിറ്ററിയിൽ ചേർന്നിട്ടുള്ള വ്യക്തി അദ്ദേഹം തൻ്റെ നാടിന് വേണ്ടി പൊരുതാൻ വേണ്ടിയിട്ട് ബോർഡറിൽ കൊണ്ടുപോയി അയാളാക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് അയക്കുന്നു. മുസ്ലിം ആവട്ടെ ആരും ആവട്ടെ, അവിടെ ഇതൊരു ജിഹാദാണ്, ഒരു സമരമാണ്. ഈ സമരത്തിനൊരു മുറയുണ്ട്. ആ വ്യക്തി ചെയ്യേണ്ട ഒരു മുറ അതെന്തെന്നാൽ, തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് തൻ്റെ ആബ്സെൻസിൽ ആരുണ്ടാവും നോക്കാൻ. ആരുമില്ലാത്തൊരു ചുറ്റുപാടാണെന്നുണ്ടെങ്കിൽ അവരെ വൃദ്ധസദനത്തിലാക്കണം. അവർക്ക് ഭക്ഷണത്തിലുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കണം. അതേപോലെ തന്നെ തൻ്റെ മക്കളെ തൻ്റെ ആബ്സെൻസിൽ നോക്കാൻ ആരുണ്ടാവും, അവരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ എങ്ങനെ, ഇതൊക്കെ അദ്ദേഹം ചിന്തിച്ച്, ഞാൻ ആ പോകുന്ന പോക്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകണം. ഇതിനെയാണ് മുറ പ്രകാരം സമരം ചെയ്യുക. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി. ഹഖ്ക ജിഹാദ് എന്ന് പറഞ്ഞാൽ മുറ പ്രകാരം. ഇനി ഒരു വ്യക്തി ഒരുപാട് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, അയാൾക്ക് അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില ആളുകളുണ്ട്, ഒരു പാക്കറ്റ് വരുന്ന അതൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ ചുണ്ടൊക്കെ വലിച്ച് പുറത്താക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കും. അവർക്ക് അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ വരുന്നൊരു വ്യക്തി, അദ്ദേഹം മുസ്ലിം ആവട്ടെ ആരും ആവട്ടെ, അന്യമതസ്ഥരോ ആവട്ടെ, അദ്ദേഹത്തിന് തോന്നുകയാണ് ഇത് ശരിയല്ല, ഈ പോക്ക് കുറെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മുതലോടുകൂടി തകർന്നു പോകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം അതിനെതിരെ, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന ഒരു സമരമുണ്ട്. ഇത് ജിഹാദാണ്. മനസ്സിലായിരുന്നു? ആ ജിഹാദിന്റെ മുറകൾ എന്തൊക്കെയാണ്? അയാൾ അതിലേക്ക് തിരിച്ചു പോകാതിരിക്കുക. അയാൾക്ക് അതിൻ്റെ ശക്തിയായ ആവശ്യം വരുമ്പോൾ മുട്ടുസൂചി കൊണ്ട് കയ്യിൽ കുത്തുക, എന്നിട്ട് വേദനിപ്പിക്കുക, അല്ലെങ്കിൽ പോയിട്ട് കുളത്തിൽ ചാടുക, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തലയിലൊഴിക്കുക. ഇങ്ങനെ ഇതൊക്കെ ഇയാൾ ചെയ്യുന്നത് ഈ ജിഹാദിന്റെ മുറയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇദ്ദേഹം ചെയ്യുന്നത് ജിഹാദാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ജിഹാദാണ്. ഇതാണ് വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി എന്ന് പറയുന്നത്. ജിഹാദ് ചെയ്യുന്നതിന്റെ പ്രകാരം ചെയ്യുക. ആ ചെയ്യുന്ന വ്യക്തിയെയാണ് ജിഹാദി എന്ന് പറയുന്നത്. എന്നെ ഒരാൾ ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അൽഹംദുലില്ലാഹ് ശരി തന്നെയാണ്, ഞാൻ ജിഹാദിയാ എന്ന് ഞാൻ പറയും. എന്തേ? ഞാൻ മുറപ്രകാരം സമരം ചെയ്യുന്നവനാണ്. നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ മുറ, അതിനെ പ്രതിരോധിക്കുക. അപ്പൊ ഞാൻ സംസാരിക്കുന്നതും ജിഹാദ് തന്നെയല്ലേ? അപ്പൊ ഞാൻ ജിഹാദിയല്ലേ? ഞാൻ ജനങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ പല ആൾക്കാരും അതുമായി ബന്ധപ്പെട്ട് ചീത്ത കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചില്ലേ?
അപ്പോൾ ഒരാൾ നമ്മളെ ജിഹാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറത്ത് ദേഷ്യം വരേണ്ട ആവശ്യമില്ല. അവിടെ തീവ്രവാദം വരുന്നില്ല. മുഹമ്മദ് അലി ക്ലേ ബോക്സർ, പഴയ ബോക്സർ, അദ്ദേഹം പറഞ്ഞ ഒരു സിഗരറ്റ് ലൈറ്റർ പോക്കറ്റ് നിർത്തി കാണിച്ചിട്ട് പറയേണ്ടായി ഒരിക്കൽ, ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളല്ല, പക്ഷെ എപ്പോഴും ഒരു ലൈറ്റർ എൻ്റെ കൂടെ ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ സാമ്പത്തികമായി എല്ലാ വിഷയങ്ങളിലേക്കും വഴുതി പോകാനുള്ള എല്ലാ ചുറ്റുപാടുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് മോശമായ കാര്യങ്ങളിലേക്ക് എന്നെ പിടിച്ചു വലിക്കുമ്പോൾ ഞാൻ ഈ ലൈറ്റർ കൊണ്ട് എൻ്റെ വിരലിലൊന്ന് ചൂടാക്കും, കത്തിക്കും. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, അരി നിനക്ക് ഈ ലൈറ്ററിൻ്റെ തീ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ നീ നരകത്തിൻ്റെ തീ നീ എങ്ങനെ സഹിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആ ആശ ഉണ്ടല്ലോ, തെറ്റുകളിലേക്ക് പോകുന്നുള്ള ആശ, അതവിടെ കഴിഞ്ഞു. ഇത് ജിഹാദാണ്. അദ്ദേഹം കാണിക്കുന്നത് ലൈറ്റർ കൊണ്ട് കൈയിൻ്റെ വിരല് കത്തിക്കുന്നത്, ഇത് ഹക്ക ജിഹാദാണ്, ജിഹാദിൻ്റെ മുറ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും കക്ഷിഭേദമന്യേ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ജിഹാദികൾ തന്നെയാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മളൊക്കെ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ സഹോദരങ്ങളെ, ജിഹാദ് എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുകയും ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവിടെ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.